ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലുള്ള സേമിയയും മുട്ടയും ഉപയോഗിച്ച ഒരു അടിപൊളി പുലാവിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ എടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നെയ്യില്ലാന്നുണ്ടെങ്കിൽ ഓയിൽ എടുത്താലും മതി കേട്ടോ. അപ്പോൾ നമുക്ക് സേമിയ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി 250 ml കപ്പിന് 1 കപ്പ് സേമിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വറുത്ത സേമിയ ആണെങ്കിലും ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കത് പാനിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വറക്കാത്ത സേമിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുത്താൽ മതി. അപ്പോൾ ഇതിവിടെ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അതേ സെയിം പാനിലോട്ട് തന്നെ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു ബേ ലീഫ്, പിന്നെ 3 ഏലക്ക, 3 ഗ്രാമ്പു എന്നിവ എടുത്തിട്ടുണ്ട്. ഇതും കൂടി ഇട്ട് കൊടുത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചെടുത്തതാണ്, ഇത് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്കൊരു സവാള, ചെറിയ സവാളയാണ് കേട്ടോ, അത് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് സവാള വഴന്നു വന്നോളും. ഇനി ഇതിലേക്കൊരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ക്യാരറ്റ്, ക്യാബേജ്, അതുപോലെ ബീൻസ്, ഗ്രീൻ പീസ്, ഇനിയിപ്പോൾ കോളിഫ്ലവർ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ക്യാബേജ് ആണ്. അപ്പോൾ 1 കപ്പ് ക്യാബേജ് അരിഞ്ഞെടുത്തതാണിത്. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്. അപ്പോൾ ഇനി ഈ പൊടികളുടെ പച്ചച്ചുവ മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള സേമിയ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1.25 കപ്പ് നല്ല ചൂട് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. ഉപ്പിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒന്നും കൂടി ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ സേമിയ വേവുന്ന സമയം കൊണ്ട് ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് പൊട്ടിച്ചിട്ടൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക്, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി. ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മുട്ട നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ മുട്ട ഇപ്പോൾ ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടക്കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ മുട്ട ഇവിടെ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ചിക്കി എടുക്കണം. നമ്മൾ ഫ്രൈഡ് റൈസിനൊക്കെ ചിക്കി എടുക്കില്ലേ മുട്ട, അതുപോലെ ജസ്റ്റ് ഒന്ന് ചിക്കി എടുത്താൽ മതി. അപ്പോൾ ഈ സ്പാച്ചില വെച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉടച്ചെടുത്താൽ മതി. ഒരുപാടൊന്നും കുക്ക് ചെയ്തെടുക്കണ്ട കേട്ടോ. നല്ല സോഫ്റ്റ് ആയൊരു പരുവത്തിലാണ് നമ്മുടെ മുട്ട ഇരിക്കേണ്ടത്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ സേമിയ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അതിൽ വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട്. അപ്പോൾ സേമിയ നല്ലവണ്ണം കുക്കായിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി.
അപ്പോൾ ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്തെടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ എഗ് സേമിയ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഈ റെസിപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും സെർവ് ചെയ്യാം, അതുപോലെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് ലഞ്ച് ബോക്സിനും കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അതുപോലെ വൈകുന്നേരങ്ങളിൽ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ കൂടി പറ്റിയ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്ക്. ഇനിയും ഇതുപോലെ ഒരുപാട് വെറൈറ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്